പ്രിയമുള്ളവരെ, ഇന്നത്തെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. സായാഹ്ന കർമ്മങ്ങൾ ആദ്യം പീഡാനുഭവ സന്ദേശം, അതിനെ തുടർന്ന് കുരിശിൻ്റെ വഴി നടത്തി നമ്മൾ പോകുന്നു. തിരികെ നമ്മൾ വിലാപയാത്ര ആയിട്ട് പള്ളിയിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം കബറടക്ക ശുശ്രൂഷ നടത്തിയായിരിക്കും ഇന്നത്തെ കർമ്മങ്ങൾ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വിളിച്ച് സ്വസ്ഥമായിട്ട് ആയിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടായിരുന്നു, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഈ പാപപരിഹാരത്തിൻ്റെ വിലാപത്തിൻ്റെ ഈ ഓർമ്മ ദിവസം നമ്മൾ എല്ലാവരും നോക്കി പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ഒരു ദിവസം കർത്താവിൻ്റെ ത്യാഗങ്ങളോട് ചേർത്ത് സമർപ്പിക്കാൻ, അതുവഴി നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ രക്ഷയുടെ അനുഭവമായിട്ട് മാറാം. ഇതിന് പക്ഷേ നമുക്കൊരു ശബ്ദമായി പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരെയും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രേമവരെ, ഈ വെള്ളിയാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അസാന്നിധ്യത്തിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് മരിച്ചത്? അത് കുറച്ച് അപകടങ്ങളിലാണ് ബന്ധമെങ്കിൽ ആ ചോദ്യത്തിൽ, അതിൻ്റെ അന്വേഷണത്തിൽ അത് അവസാനിക്കും. എന്നാൽ ആ മരിച്ച വ്യക്തി കുറച്ചുകൂടി നമ്മളുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളാണെങ്കിൽ ചോദിക്കും, എന്താ അവസാനമായിട്ട് പറഞ്ഞത്? എന്താ അവസാനമായിട്ട് പറഞ്ഞത്? ഈ അവസാനമായിട്ട് പറഞ്ഞത് എന്ത് എന്നുള്ളത് അടുത്ത ബന്ധമുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അവസാനം പറഞ്ഞ വാക്കുകൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിലപാടുകൾ, ആ ജീവിതത്തിൻ്റെ കാഞ്ചി കുറുക്കിയ സത്തയാണ് അയാളുടെ അന്ത്യത്തിൽ പറഞ്ഞു വയ്ക്കും. അതുകൊണ്ട് ഒരാൾ മരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ കർത്താവിൻ്റെ മരണത്തെ ധ്യാനിക്കുമ്പോൾ ആ മരണം നമ്മൾ നേരിട്ട് കാണാത്തവർ അതെങ്ങനെ കണ്ടത് എന്ന് നമുക്കറിയാം, എങ്ങനെ നടന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ അടുത്തൊരു ചോദ്യമുണ്ട്, അവിടുന്ന് രാവിലത്തെ കർമ്മങ്ങളിലൊക്കെ അനുഷ്ഠിച്ചത് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഈ സായാഹ്ന കർമ്മങ്ങളിൽ നമ്മൾ ശ്രദ്ധ തിരിക്കുക, യേശുവിൻ്റെ മരണസമയത്ത് അങ്ങനെ എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ കുരിശിൽ വെച്ച് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇറക്കി. അത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ മരണത്തെ കർത്താവ് മുന്നിൽ കണ്ടിട്ട്, ആ മരണത്തെ നേർക്കുനേരെ കണ്ടിട്ട് പറഞ്ഞ വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ്ട് 7 വാക്കുകളാണ് കർത്താവ് തൻ്റെ മരണനേരത്ത് പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞാൽ യേശുവിനെ കുരിശിൽ തറച്ച നിമിഷം തുടങ്ങി യേശുവിൻ്റെ മരണം വരെ 7 വാക്കുകൾ. ഈ 7 വാക്കുകൾ ഒന്ന് ധ്യാനിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നാണ് എൻ്റെ വിചാരം. ആ 7 വാക്കുകൾ ഇതൊക്കെയാണ്. ഒന്നാമത്തേത്, പിതാവേ അവരോട് ക്ഷമിക്കണം. ഇത് യേശുവിൻ്റെ മരണമൊഴികളാണ്, ക്രൂശിലെ മൊഴികളാണ്.
അന്ത്യമൊഴികളാണ് എന്നൊക്കെ പല വിധത്തിൽ വിശേഷിപ്പിക്കാറ്. ഒന്നാമത്തേത് പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്നുള്ളത്. ലൂക്കയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം. രണ്ടാമതായിട്ട് അന്ത്യമൊഴിയിൽ വരുന്നത് സത്യമായി നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടി പർദീസയിലായി. ഇത് കള്ളനോട് പറഞ്ഞതാണ്, നല്ല കള്ളനോട്. ലൂക്കയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം. മൂന്നാമതായിട്ട് മറിയത്തോടും യോഹന്നാനോടും പറയുന്നതാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്നുള്ള രണ്ട് വാക്കുകൾ. നാലാമതായിട്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അഞ്ചാമതായിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന വാക്യം. ആറാമതായി എല്ലാം പൂർത്തിയായി എന്ന വാക്യം. ഏഴാമതായി പിതാവേ, അങ്ങയുടെ ദർക്കനങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കും. ഈ 7 വാക്കുകൾ ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ 6 മണിക്കൂറുകൾ കൊണ്ട് സംഭവിച്ചതാണ് 7 വാക്കുകൾ. ഇതിന് ഒന്നാമത്തെയും 4-ാമത്തെയും 7-ാമത്തെയും, അതായത് ആദ്യത്തെയും നടുവിലത്തെയും അവസാനത്തെയും ആ 3 വാക്കുകൾ അത് പിതാവിനോട് സംസാരിക്കുന്നതാണ്, അത് പ്രാർത്ഥനയാണ്. രണ്ടാമത്തേതാകട്ടെ അത് നല്ല കള്ളനോട് സംസാരിക്കുന്നതാണ്. മൂന്നാമത്തേതാകട്ടെ അത് അമ്മയോടും യോഹന്നാനോടും സംസാരിക്കുന്നതാണ്. അഞ്ചാമതാകട്ടെ അത് ചുറ്റും നിൽക്കുന്നവരോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും വാക്യങ്ങൾ സമൂഹത്തോട് അല്ലെങ്കിൽ സാമൂഹ്യ അനുഭവത്തിൻ്റെ സൂചനമാണ്. എന്നാൽ 6-ാമത്തെ വാക്യം അത് തന്നോട് തന്നെ പറയുന്നതാണ്, അത് ആത്മകരമാണ്. അപ്പൊ ഈ 7 വാക്യങ്ങൾ ദൈവത്തോട് 3, സമൂഹത്തോട് 3, ഒന്ന് തന്നോട് തന്നെ. ഇനി 7 വാക്യങ്ങളിൽ ആദ്യത്തെ 3 വാക്യങ്ങളിൽ തൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട അന്ധകാരം ബാധിക്കുന്നതിന് മുമ്പ്, 4-ാമത്തെ വാക്യം യേശുവിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വന്ന അന്ധകാരത്തിൻ്റെ ആധിക്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. ബാക്കിയുള്ള 3 വാക്യങ്ങൾ ഈ അന്ധകാരം മാറിയതിൽ പിന്നെയുള്ള യേശുവിൻ്റെ 3 വാക്യങ്ങൾ. 7 വാക്യങ്ങളെ ഇങ്ങനെ പല വിധത്തിലൊക്കെ പൊതു വിശകലനം നടത്താം. ഈ പൊതുവിശകലനത്തിന് അപ്പുറത്തേക്ക് ഓരോ വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് അല്പം കൂടി ആഴത്തിലേക്ക് ഇറങ്ങാം. ആദ്യത്തേത് 1-ാമത്തെ വാക്യം, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്നതാണ്. ലൂക്കയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ എത്ര പ്രാവശ്യം ഒരാളോട് ക്ഷമിക്കണം എന്ന് ചോദിച്ച കർത്താവ് പത്രോസിനോട് മറുപടി പറഞ്ഞത് 7 പ്രാവശ്യം പോരാ, 70 പ്രാവശ്യം വേണം, കണക്കില്ല എന്നർത്ഥം. അങ്ങനെ കണക്കില്ലാതെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച കർത്താവ് ആ ക്ഷമ തൻ്റെ അന്ത്യശ്വാസത്തിൽ അവതരിപ്പിക്കുകയും, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് യേശു അവരോട് നേരിട്ടല്ല പറയും, മറിച്ച് ദൈവത്തോടാണ് പറയുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശുവിൻ്റെ തോളത്ത് കുരിശു വെച്ച് കൊടുത്തതാണ്. ആരാണ് ചോദിച്ചത്? പടയാളികളാണ്. എന്നിട്ട് ആ കുരിശ് മാറിപ്പോകണം എന്ന് പടയാളികളോട് ഈശോ പ്രാർത്ഥിച്ചു? ഇല്ലല്ലോ. ഈശോ പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ്, കഴിയുമെങ്കിൽ ഈ കാസയിൽ നടന്നു പോകണം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, യേശുവിൻ്റെ തോളത്ത് കുരിശു വെച്ച് കൊടുത്തത് പടയാളികളാണ്. എങ്കിലും യേശു വ്യക്തിപരമായിട്ട് ആ കുരിശ് ഏറ്റെടുത്തത് അവരിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണ്. നിന്റെ ജീവിതത്തില് കുരിശുകൾ വെച്ച് വരുന്ന ഒരുപാട് പേരുണ്ടാകും. നിന്റെ ജീവിത പങ്കാളി ഉണ്ടാകും, നിന്റെ മക്കളുണ്ടാകും, നിന്റെ അയൽവക്കക്കാരുണ്ടാകും, നിന്റെ ബന്ധുക്കളുണ്ടാകും, നിന്റെ സഹപ്രവർത്തകരുണ്ടാകും,
ഉണ്ടാകും, പലരും ഉണ്ടാകും. ഈ വെച്ച് നീട്ടുന്നവരോടൊക്കെയുള്ള വൈരാഗ്യവും വിദ്വേഷവുമായിട്ട് ഈ ജീവിതത്തെ ഒരു അഗ്നിപർവ്വതം കണക്ക് പുകച്ചു കൊണ്ട് നടക്കുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ദൈവമാണ് ഇത് അനുവദിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ കൊണ്ടുതരുന്ന പോസ്റ്റ്മാൻമാരോടാണോ പ്രതികരിക്കേണ്ടത്? കൊടുത്തയക്കുന്നവനോടല്ലേ? അത് കൃത്യമായിട്ട് ക്രിസ്തുവിനറിയാം. തന്നെ ദ്രോഹിച്ചവര്, തന്നെ ഒറ്റുകൊടുത്തവര്, തന്നെ ക്രൂശിക്കുക ആക്രോശിച്ചവര്, തൻ്റെ കൂടെ നടന്നിട്ട് ഒറ്റപ്പെടുത്തിപ്പോയവര്, ഇവരൊക്കെ ഈ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടാണ് കർത്താവ് പറയുന്നത്, ദൈവമേ അവരോട് ക്ഷമിക്കണമേ എന്ന്. അതിന്റെ കാരണം ക്രിസ്തുവിനറിയാം. എന്താ കാരണം? അവർക്കറിയില്ല. നമ്മുടെ ജീവിതത്തില് വേദന തന്ന മനുഷ്യര് അവരെത്രത്തോളം നമ്മളെ വേദനിപ്പിച്ചു എന്ന് അവർക്കറിയാവോ? ഇല്ല. അവര് പക്ഷേ നമുക്ക് വേദന തരണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ചെയ്തത്, അങ്ങനെ നയമെടുത്തു. പക്ഷെ നമുക്കത് വേദനയാണ്. ഞാനെന്ന് വെച്ചിട്ടോ നമുക്ക് വേദന തരണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തതെന്ന് വിചാരിച്ചോ, എങ്കിൽ പോലും നമുക്ക് എത്ര വേദനിച്ചു എന്ന് നമുക്കേ അറിയൂ. അവർക്കറിയില്ല എന്ന തിരിച്ചറിവാണ് ക്ഷമയുടെ ആദ്യപടി. മുലകുടിക്കുന്ന കുഞ്ഞ് അമ്മയെ തല്ലിയാല് അമ്മ സ്നേഹത്തോടെ കൊച്ചു കള്ളെന്ന് പറഞ്ഞ ഉമ്മയെ കൊടുത്തു. ഈ തള്ളയുടെ ഈ പെറ്റമോൻ പ്രായപൂർത്തിയായപ്പോൾ അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് ഈ തള്ളയാവൻ തല്ലിയാല് എന്തായിരിക്കും പ്രതികരണം? ഇപ്പൊ നമുക്കൊരു വിചാരമുണ്ട്. എന്താ വിചാരം? അവൻ അറിയാം, അവർക്ക് ഇതറിയാമെന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ് നമ്മുടെ വേദനയുടെ, നമ്മുടെ ക്ഷമാരാഹിത്യത്തിന്റെ അടിത്തറ. വീട്ടിലെ കുടുംബനാഥൻ സ്ഥിരമായിട്ട് മദ്യപിച്ച് പ്രശ്നമുണ്ടാകും. ആ പ്രശ്നം ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് പ്രശ്നം. പക്ഷെ അയാൾക്കറിയാവോ അയാൾ എത്രത്തോളം ഇവരെ വേദനിപ്പിക്കേണ്ടത്? അറിയാം. അയാൾക്കറിയാം എന്ന് വിചാരിക്കുമ്പോഴാണ് വേദന കൂടുന്നത്. അപ്പൊ നമ്മുടെ മറ്റുള്ളവര് മനഃപൂർവ്വമാണ്, അറിഞ്ഞുകൊണ്ടാണ് എന്നെ വേദനിപ്പിച്ചത് എന്ന തെറ്റിദ്ധാരണ ഒരു ഈ കഴുത ഭാരം ചുമക്കുന്നത് പോലെ മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഒരു ഭാരമായി ചുമക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. ഈ ഒരൊറ്റ കർത്താവിന്റെ ഈ ഒരൊറ്റ വിചാരം നമുക്ക് മതി. ഈ ലോകത്തിൽ ആരോടും നമുക്ക് ക്ഷമിക്കാം. എന്താണ് വിചാരം? അവർക്കറിയില്ല എനിക്കെത്ര വേദനയുണ്ടായി, എനിക്കെത്ര വേദനയുണ്ടായി. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന്റെ അന്ത്യമൊഴിയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ആദ്യമൊഴി ഇതാണ്: ദൈവമേ അവർ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു തിരിച്ചറിവുകൊണ്ടാണ് നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഇതിൻ്റെ അകത്ത് ഒരക്ഷരം വിടാതെയുള്ള പ്രാർത്ഥനയായിരിക്കണം. എങ്ങനെ? ദൈവം ക്ഷമിക്കണമേ, അവർക്കറിയില്ല അവരെന്താണ് ചെയ്യുന്നത്. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ ദ്രോഹിക്കുന്നവര് അച്ചിട്ടായിട്ടും നിങ്ങളുടെ കാലിൽ വീഴുന്ന ഒരു കാലം വരും. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരുപാട് തവണ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഒരിടവകയിലായിരിക്കുമ്പോൾ വകുപ്പും റൂളും ഒക്കെ ഉണ്ടാക്കി, ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി നമുക്കെതിരെ ആക്രമണമൊക്കെ ഉണ്ടാകും. നമ്മൾ പിന്നെ ഈ
പല വകുപ്പുകളുണ്ട്, ഏതെങ്കിലും പിടിച്ചിട്ടുണ്ട്. എങ്കിലും ഇടവകയിൽ അസ്വസ്ഥത ഉണ്ടാകാൻ ഒരു ഞാനോട് പറഞ്ഞില്ല. പക്ഷേ കുറെ കഴിയുമ്പോൾ ഒരു പക്ഷേ ആ ഇടവകയിൽ നിന്ന് മാറി വേറെ ഇടവകയിൽ ചെല്ലുമ്പോൾ ഇത് കുത്തുപാളി എടുത്തിട്ട് ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഗ്രൂപ്പ് അങ്ങനെയാകുന്ന സംഭവമുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ മാത്രമേ ഉള്ളൂ. എന്തെന്നാണ് അവർക്കറിയില്ല അവരോട് തുറക്കണമെന്ന്. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനുസ്യൂതം ചെയ്യാൻ സാധിച്ചാലാണ് നമ്മുടെ ബലികൾ ശ്രേഷ്ഠമാകും. ഒപ്പം തന്നെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ വാക്യം നിങ്ങൾ ഓർമ്മിക്കണം. ബലി അർപ്പിക്കാനായിട്ടുള്ള യോഗ്യത ക്ഷമിക്കുക. കർത്താവിൻ്റെ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവിന് ബലിയർപ്പിക്കാൻ കർത്താവിൻ്റെ യോഗ്യത താൻ മറ്റുള്ളവരോട് ക്ഷമിച്ചു എന്ന് പിതാവിനെ അറിയിക്കലാണ്. ഈ അറിയിക്കലാണ് ഒന്നാം വാക്യം. ഈ കുരിശിലെ യാഗത്തിന് ഞാൻ പരിപൂർണമായിട്ട് സജ്ജമായി തൻ്റെ കൂടെ നടന്നവരുടെ പാദം കഴുകുക മാത്രമല്ല, തന്നെ കൊലക്കളത്തിലേക്ക് നയിച്ചവരെ മുഴുവൻ ക്ഷമിച്ചിട്ടാണ് കർത്താവ് ഈ കുരിശിലെ ബലിയുടെ സംസാരിക്കാനായിട്ട് ആദ്യമായിട്ട് തുടങ്ങുക. ആദ്യ വാക്ക് നിന്റെ ജീവിത ബലിയുടെ പൂർത്തീകരണത്തിന്, നിന്റെ വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണത്തിന് ഇതാവശ്യമാണ്. എന്താണ് ആവശ്യം? ദൈവമേ അവരോട് ക്ഷമിക്കണമേ, അവർക്കറിയില്ല അവരെന്താണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അവിടുന്ന് പറയുന്ന വാക്യം, സത്യമായി ഞാൻ എന്നോട് പറയുന്നു, നീ എന്നോടുകൂടി പർദീസയിലായിരുന്നു. ലൂക്കയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം. ആരാരോട് പറയണോ? ആരാരോട് പറയണോ? നല്ല കള്ളനോട് പറയാം. രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് ഈശോ ക്രൂശിലേക്ക്. ഒന്നാമത്തെ ഇടതുവശത്തുള്ള കള്ളൻ അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, നീ വലിയ മറ്റവനാണല്ലോ, മറച്ചവനാണല്ലോ, നീ വലിയ വീരവാദമൊക്കെ മുടക്കിയല്ലോ, നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ വന്ന് ഞങ്ങളെ അവർക്ക്. അതേസമയം മറ്റവൻ പറയുന്നുണ്ട്, നമുക്കൊക്കെ ഒരേ ശിക്ഷയാണ് കിട്ടിയത്, നമുക്കത് ശിക്ഷയ്ക്ക് യോഗ്യരാണ്, പക്ഷെ അവനത് യോഗ്യനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവനേശ്വരനോട് പറയുകയാണ്, നീ നിന്റെ സ്വർഗരാജ്യത്തിൽ എന്നെ ഓർക്കണമേ. വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുത്ത സമയത്ത് ഒരു പ്രസിദ്ധനായ പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പഴയകാല ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെലഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ ജീവിതത്തെ നോക്കി അങ്ങയെ പരിശുദ്ധ പിതാവ് എന്നാണല്ലോ ജനം വിളിക്കുക. ആ വിളിക്ക് അങ്ങ് യോഗ്യനാണ്. ചോദ്യം മനസ്സിലായോ? ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുത്ത സമയത്ത് പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പഴയകാല ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങ് ഇപ്പോൾ മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്, അങ്ങ് പരിശുദ്ധ പിതാവ് എന്നാണല്ലോ വിളിക്കുക, ആ വിളിക്ക് അങ്ങ് യോഗ്യനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു തെല്ലും ശങ്കയില്ലാതെ പറയുകയാണ്, ഞാൻ യോഗ്യനാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്യാത്തവന് പരിശുദ്ധനായത് കൊണ്ടല്ല, മറിച്ച് ഞാൻ നല്ല കള്ളനായതുകൊണ്ടാണ്. മനസ്സിലായി? എത്ര മനസ്സിലായി? ഞാൻ തെറ്റ് ചെയ്യാത്തവനായിട്ടോ അല്ല, മറിച്ച് എൻ്റെ വീഴ്ചകളിലൊക്കെ ഞാൻ കർത്താവിനെ ആശ്രയിക്കുന്നുണ്ട്. തെറ്റ് പറ്റുന്നുണ്ട്, അത് മാനുഷികമാണ്. തെറ്റുപറ്റാത്ത മനുഷ്യരാണ്. എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റുന്നുണ്ട്. അപ്പൊ ഈ തെറ്റ് പറ്റുമ്പോഴും അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുമോ? അതിനുള്ള മനസ്സുണ്ടോ? അതോ ഈ തെറ്റിനെ ന്യായീകരിച്ചിട്ട് വെല്ലുവിളിച്ചിട്ട് പോകാനാണ് ഉദ്ദേശിക്കുക?
കള്ളനാവാൻ പറ്റും. ഒരു പക്ഷേ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ ചിന്ത നമ്മൾ കൊണ്ടുപോകേണ്ടത് അതിലേക്കാണ്. നമ്മൾ ക്രൂശിക്കപ്പെടുന്നവരാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, ചതിക്കപ്പെടാത്ത ആരെങ്കിലുമുണ്ടോ? തെറ്റ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ടോ? അപ്പൊ സത്യത്തില് ഞാനും നിങ്ങളുമൊക്കെ കർത്താവിന്റെ കുരിശിനോട് ചേർന്ന് ഏതൊക്കെയോ വിധത്തില് ക്രൂശിക്കപ്പെട്ടിട്ടുള്ളവരെ തന്നെ. പക്ഷെ വ്യത്യാസം അത്രേ ഉള്ളൂ, കർത്താവ് ക്രൂശിക്കപ്പെട്ടതുപോലെ അല്ല നമ്മൾ ക്രൂശിക്കപ്പെടുന്നത്. അതേ കാരണം കൊണ്ടുമല്ല. കർത്താവ് തെറ്റ് ചെയ്തിട്ടല്ല, നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കള്ളന്മാരുടെ സ്ഥാനത്താണ് നമ്മൾ ക്രൂശിക്കപ്പെട്ടത്. കള്ളന്മാരുടെ സ്ഥാനത്ത് തന്നെയാണ് നമുക്ക് ഓരോ കഷ്ടപ്പാടുണ്ടാകുന്നത്. ഈ കള്ളന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ക്രൂശിക്കപ്പെടുമ്പോൾ, നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ ഒറ്റ ഓപ്ഷനേ നമ്മുടെ മുന്നിലുള്ളൂ. എന്താ ഓപ്ഷൻ? എന്താ? കർത്താവിനോട് ചേർന്ന് നല്ല കള്ളനാവാൻ പറ്റും. കള്ളനായി ഇനി ഒറ്റ സാധ്യതയുള്ളൂ, നല്ല കള്ളനാവാൻ പറ്റും. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ നയിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മൾ കള്ളന്മാരാണ്, നമ്മൾ ക്രൂശിലേറ്റപ്പെടുന്നുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ നമുക്ക് ഒറ്റ സാധ്യതയുള്ളൂ, നല്ല കള്ളനാവാൻ പറ്റും, കർത്താവിനെ ആശ്രയിക്കാൻ പറ്റും. ഇവിടെ കർത്താവിൻ്റെ വാക്ക് വളരെ പ്രധാനപ്പെട്ട. എന്താ ഈശോ പറഞ്ഞത്? നല്ല ആളുകളോട് പറഞ്ഞത് ഇങ്ങനെ തുറപ്പിച്ച് നോക്കരുത്. അതല്ല പഴയ ആളുകൾ കർത്താവിനെങ്കിലും മാറ്റിയേക്കും. ഞാൻ അത്ര പോരുന്നു എന്താ പറഞ്ഞത്? നീ ഇന്ന് എന്നോടുകൂടെ എവിടെയായിരിക്കും? പർദീസയിലായിരിക്കും. മലയാള ഭാഷ വെച്ചിട്ട് അതിനെ ഒന്ന് കിള്ളിപ്പൊളിച്ചെടുത്ത്, നീ എന്നോടുകൂടെ പർദീസ. ക്ലിയറായോ? നീ എൻ്റെ എതിരെ നിൽക്കുന്ന, എൻ്റെ അടുത്ത് നിൽക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന നീ എന്നോടുകൂടെയാണ് എന്ന് ഞാൻ ധരിക്കുമ്പോൾ പർദീസ ഉണ്ടാവുക. ക്ലിയറായോ? മറ്റൊരാള് എൻ്റെ കൂടെയാണെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? പർദീസ ഉണ്ടാവും. മറ്റേയാള് എൻ്റെ കൂടെയല്ല എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എന്തുണ്ടാവും? മരണമുണ്ടാവും. ചിന്തിച്ചു നോക്കി. ഒരു ഭാര്യ ചിന്തിക്കുകയാണ്, ഭർത്താവ് എൻ്റെ കൂടെയല്ല, സ്വർഗം ഉണ്ടാവുമോ നരകമുണ്ടാവുമോ? ഇപ്പൊ പെട്ടെന്ന് ഇവിടെ ഭാര്യ ചിന്തിക്കുകയാണ്, ഭർത്താവ് എൻ്റെ കൂടെയല്ല, സ്വർഗം ഉണ്ടാവും നരകമുണ്ടാവും. സ്വർഗമല്ല, പർദീസ. സ്വർഗം തരാം. പർദീസ ഉണ്ടാവുമോ നരകമുണ്ടാവും? നരകമുണ്ടാവുമോ? പഠിക്കുന്ന കുട്ടി വിചാരിക്കുകയാണ്, ഈ അധ്യാപകൻ എൻ്റെ കൂടെയല്ല, ഈ അധ്യാപകൻ മറ്റേ നന്നായിട്ട് പഠിക്കുന്ന കുറച്ചിൻ്റെ കൂടെയാണ് എന്ന് വിചാരിച്ചാൽ അവൻ പിന്നെ പഠിക്കുള്ളൂ. അവന് പിന്നെ നരക. അപ്പം പർദീസ ഉണ്ടാകാൻ ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, ഞാൻ പഠിക്കുന്നിടത്ത്, ഞാൻ ജീവിക്കുന്ന കുടുംബത്തിൽ, ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയിൽ പർദീസ ഉണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? നീ എന്നോടുകൂടെയാണ് എന്ന് തീരുമാനിക്കുക. ആരാ തീരുമാനിക്കുക? അവനല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത്. നീ എന്നോട് കൂടിയാണ്. നീ എന്നോട് കൂടിയല്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞങ്ങളല്ല. ഈശോ തീരുമാനിച്ചു കൊടുക്കുന്നത് നീ എന്നോട് കൂടിയാണ്. ആരെ പറ്റിയാണ് തീരുമാനിച്ചത്? കള്ളനെ പറ്റിയാണ്. നല്ലവനെ പറ്റി ഉള്ളതല്ലേ? അവൻ എന്നോട് കൂടിയാണെന്ന് നമ്മൾ പറയുമ്പോഴും വിചാരിക്കുമ്പോഴും അവൻ പൂർണ്ണരൊന്നും തന്നെ. യേശു കള്ളനെ പറ്റിയാ ചിന്തിച്ച് അവൻ എന്നോട് കൂടിയാണ്. അതുകൊണ്ടാണല്ലോ യേശു 3 വർഷക്കാലം യൂദാസിനെ കൂടെ കൊണ്ടു നടന്ന. അവൻ എന്നോട് കൂടിയാണെന്ന് വിചാരിച്ചിട്ട് തന്നെ അല്ലെന്ന് കർത്താവിനറിയാം. എന്തുകൊണ്ടറിയാമേ? ഈ സുവിശേഷത്തിനിടയ്ക്ക് എഴുത്തുകാരൻ പറഞ്ഞു പോകുന്നുണ്ട്, വീഴുന്ന മഠത്തിൽ നാം എടുത്തിരുന്നു എന്ന്. അത് കൂട്ടത്തിലുള്ള ഒരു ശിഷ്യനറിയാമെങ്കിൽ ഈശോയ്ക്ക് അറിയാതിരിക്കും? ഇല്ലല്ലോ. അപ്പോ അവന് കുറവുണ്ട്, പോരായ്മയുണ്ട്, അവർക്ക് കുറവുണ്ട്, പോരായ്മയുണ്ട്.
പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അവൻ എന്നോട് കൂടിയാണ്, അവൻ എന്നോട് കൂടിയാണ്. അവിടെയാണ് പറുദീസ ഉണ്ടാകുക. ആദ്യ പറുദീസയെ കുറിച്ച് ചിന്തിച്ച് എപ്പോഴാണ് പറുദീസ അന്യം വന്നത്? മനുഷ്യൻ തീരുമാനിച്ചു, ദൈവം എന്നോട് കൂടെയാണ്, ദൈവം എന്നോട് കൂടെയാണ്. കൂടെ നടന്ന അവർക്ക് അവരുടെ കൂടെ സായന സവാരി നടത്തിയ സകല സുഖസൗകര്യങ്ങളും ഒരുക്കിയ ദൈവം അവരുടെ കൂടെയല്ല എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു പോയതാണ് പള്ളത്. നീ എന്നോട് കൂടെയല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് പറുദീസ നഷ്ടമാകുന്നത്. പറുദീസ നഷ്ടത്തിന്റെ തിരിച്ചെടുക്കലാണ് കുരിശുമരണം. ഒരു മരത്തിൽ നിന്ന് പറുദീസ നഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു മരത്തിലൂടെ അത് കർത്താവ് നേടിയെടുക്കുകയാണ്. പറുദീസ എങ്ങനെയാണ്? ഒരു കള്ളൻ തന്റെ കൂടെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവ് നേടിയെടുക്കുക പറുദീസ. ചിന്തിച്ചു കൂട്ടാൻ പറ്റണ്ടോ? ഒരു മരത്തിൽ നിന്ന് ആദിയില് ദൈവം കൂടെയല്ലെന്ന് മനുഷ്യൻ തീരുമാനിച്ചപ്പോ നഷ്ടപ്പെട്ട പറുദീസ ഒരു മരത്തിൽ കയറി കിടന്നിട്ട് ഒരു ദൈവം തീരുമാനിക്കുകയാണ്, കള്ളനായി മനുഷ്യൻ എന്നോട് കൂടെയാണെന്ന് തീരുമാനിച്ചപ്പോ അവിടെ പറുദീസയുണ്ടായി. പറുദീസ നഷ്ടങ്ങളൊക്കെ നമ്മുടെ നിലപാട് കൊണ്ടുണ്ടാകുന്നതാണ്. പറുദീസ നഷ്ടങ്ങളൊക്കെ നമ്മുടെ നിലപാട് കൊണ്ടുണ്ടാകുന്നതാണ്. വീണ്ടെടുക്കാനായിട്ട് ഈ വെള്ളിയാഴ്ച സാധിക്കും. മൂന്നാമതായിട്ട് ഈശോ പറയുകയാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന യോഹന്നാനോടും പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യം. യേശു മറിയത്തോട് ഇതാ നിന്റെ മകൻ എന്ന് യോഹന്നാനെ പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തില് മനുഷ്യന്, ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ബാധ്യത ആരോടാ? ഭാര്യയോടാണ്, മക്കളോടാണ്, ആരോടാ? ഈ ലോകത്തില് ഒരു മനുഷ്യന് ഏറ്റവും വലിയ ബാധ്യത ആരോടാ? അപ്പനോടും അമ്മയോടും. വൈകാരികമായി അമ്മയ്ക്ക് ഇത്തിരി ക്രെഡിബിലിറ്റി കൂടുതലുണ്ട്, താത്വികമായ രണ്ട് തുല്യതകൾ. ഈ അപ്പനോടും അമ്മയോടുമുള്ള കടബാധ്യത തീർത്തിട്ട് പോകാനായിട്ട് പറ്റിയ ബാക്കി എല്ലാ കടബാധ്യതകളും തീർന്നിട്ടില്ല. ബാധ്യതകളുടെ നടുവിൽ നിൽക്കുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവന് തൃപ്തിയോടെ കണ്ണടച്ചു പോകണമെങ്കിൽ ബാധ്യതകൾ തീർത്തിട്ട്, കടമകൾ തീർത്തിട്ട് വേണം പോകാൻ. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ കടമകൾ എല്ലാം പൂർത്തീകരിച്ചിട്ടാണ് പോകണം. പക്ഷേ അവനാ കുരിശിൽ കിടന്നുകൊണ്ട് അന്ത്യശ്വാസം വലിച്ചപ്പോൾ അവന് കടബാധ്യത ഇനിയുമുണ്ട് എന്ന് മനസ്സിലായി. അപ്പനോടുള്ള കടമ നേരത്തെ നിർവഹിച്ച് തൻ്റെ യൗവനത്തിന് മുമ്പേ, തൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പേ ഈ ലോകത്തിൽ നിന്ന് അവസരത്തിലാവും ഇവിടെ പറഞ്ഞത്. പിന്നെ ബാക്കി അവശേഷിക്കുന്നത് അമ്മയാണ്. അപ്പൊ അപ്പനോടുള്ള കടമ പിന്നെയില്ല, അമ്മയോടുള്ള കടമയാണ്. അപ്പൊ തീർച്ചയായിട്ടും മറിയത്തെ യോഹന്നാനെ എത്തിക്കുന്നത് ഈ അമ്മയോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു. മരിക്കുന്നതിന് മുമ്പെങ്കിലും മാതാപിതാക്കന്മാരോടുള്ള കടമ നിർവഹിക്കും. ആർഷഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ പറയുന്നൊരു ചൊല്ലുണ്ട്, നീ വരുമാനം കിട്ടാൻ തുടങ്ങിയാൽ വരുമാനത്തിൻ്റെ 10-1 അപ്പനുള്ളതാണ്. 10-1 ചിലർക്ക് പറയാൻ പ്രയാസം. 10-1 അപ്പനുള്ളതാണ്. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, അപ്പൊ അമ്മയ്ക്ക് എത്രയാണ്? അമ്മയ്ക്ക് കൊടുക്കണ്ട. ഇവർ പറഞ്ഞ അമ്മയ്ക്ക് കൊടുക്കണ്ട. അപ്പൊ ഇവന് സന്തോഷമായി. ഓ, അപ്പന് മാത്രം കൊടുത്താൽ മതി.
എന്നിട്ട് ഒന്നും കൂടി ചേർത്തു, അമ്മയ്ക്ക് കൊടുത്ത് നീ ചെറുതാകരുത്, ബാക്കിയുള്ള 9 അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മ എടുത്തതിന് ശേഷം നീ തിരിച്ചു മേടിച്ചാൽ മതി. കൺഫോൺസിലായോ? വരുമാനത്തിൻ്റെ 10-1 അപ്പനുള്ളത്, ബാക്കി 10-9 അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയുടെ ആവശ്യത്തിനെടുത്തിട്ട് തിരിച്ചു തരുന്നത് വേണം നീ ജീവിക്കാൻ. കൊടുത്ത് ചെറുതാകരുത്, മേടിച്ചു വരുന്നതാണ്. ഇതാണ് ഒരു പറഞ്ഞ പാഠം. ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് എൻ്റെ മകൻ എന്ന അമ്മയോട് പറഞ്ഞതിൻ്റെ കാര്യം മാതാപിതാക്കന്മാരോടുള്ള ബാധ്യത നിർവഹിക്കുക. നമ്മുടെ സ്റ്റാൻഡേർഡിനെ പറ്റിയതല്ല, നമ്മുടെ പഴയ തലമുറ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയുണ്ടല്ലോ, തന്തവൈബ് അല്ലേ, അങ്ങനെ സാധനമില്ലേ, തിരുമൂരാഴ്ചത്തരം പറഞ്ഞ അപ്പം തന്തവൈബ് എന്ന് പറഞ്ഞ് ഒരുത്തനെ ആക്ഷേപിക്കും. ആരെ കൂടി ആക്ഷേപിച്ച്? അപ്പനെയാണ് ആക്ഷേപിച്ചത്. അവൻ്റെ അപ്പനെ ആക്ഷേപിച്ചതിൻ്റെ പേരാണ് എന്ത്? ഞാൻ ഒരാളെ കുറിച്ച് അവൻ തിരി മുനാചിത്തരം കാണിക്കുമ്പോൾ അവനോട് പറയാം നീ തന്തവൈബാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെ ആക്ഷേപിച്ചത്? ഞാൻ എൻ്റെ അപ്പനെ ആക്ഷേപിച്ചത് അല്ലേ? കാരണം കുത്തിക്കടിക്കേണ്ടവരെ തന്തവൈബെന്ന് പറയുന്നവന്റെ തള്ളവൈബെന്ന് പറയുന്നവന്റെ ചെറുപ്പം കുത്തിക്ക് അപ്പം അടിക്കണം. എങ്ങനെ ഇത് കൊള്ളേഴ്ച ചെയ്യും? സ്വന്തം തന്തേനെ സ്വന്തം തള്ളേനെ ഇകഴ്ത്തി കാണിക്കുന്ന പിശാചുകളൊന്നും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ല. രണ്ടൊന്നും പിള്ളേർക്ക് പഠിച്ച് ഇനി മറിച്ചൊന്ന് ചിന്തിച്ചേ, എന്റെ യോഹന്നാനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് യോഹന്നാനെ അമ്മ തള്ളയിൽ തട്ടി. മനസ്സിലായോ? മറിയത്തിന് മകൻ ആയോളം നഷ്ടപ്പെട്ട ശരി, അത് മനസ്സിലാക്കി. മറിയത്തിന് യോഹന്നാനെ കൊടുത്തതിന് യുക്തിയുണ്ട്. യോഹന്നാൻ പക്ഷെ അമ്മ ജീവിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ യോഹന്നാനെ മറിയത്തെ അമ്മയായി കൊടുക്കുന്നത്? സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പ്രതീകാത്മകമായിട്ട് നമ്മളെയൊക്കെ മറിയത്തിന് ഫലമേൽപ്പിച്ചതാണ്, അതുവഴി മറിയം നമ്മുടെ അമ്മയായതാണ് അല്ലേ? ഇതൊക്കെ കേട്ട് പരിചയിച്ച സാധനം. പക്ഷെ ഇങ്ങനെ കേട്ട് പരിചയിച്ചതിലൂടെയാണ് അല്ല തലതിരിഞ്ഞ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. അതിതാണ് യോഹന്നാന്റെ അമ്മ നമ്മുടെ അമ്മമാരെ പോലെ നല്ല സ്നേഹമുള്ള നല്ല സ്വാർത്ഥയായ അമ്മയാണ് എന്ന് വെച്ചാൽ മനസ്സിലായോ? എൻ്റെ കൊച്ച് നന്നായിട്ട് വളരണം, നല്ല ആരോഗ്യമുള്ളതാണ്, നന്നായിട്ട് പഠിക്കണം, എൻ്റെ കൊച്ച് ഏറ്റവും മിടുക്കനാണ് എന്ന് മറ്റു കൊച്ചുകൊണ്ടൊന്നും കൂട്ടുകൂടരുത്, ഇവൻ ഏറ്റവും ഉന്നതിലേക്ക് വേണം. അങ്ങനെ പൊതിഞ്ഞ് കൊണ്ട് നടക്കുന്ന സ്വാർത്ഥതയുള്ള ഒരു നല്ലയാണ്. മനസ്സിലായോ? നല്ല നമ്മുടെ ഇന്നത്തെ കാലത്ത് നല്ല അമ്മമാരാരും ഒരു കുഞ്ഞിനെയും സമൂഹത്തിന് വേണ്ടി വളർത്തില്ല. ക്ലിയറായോ? കൊച്ചിനെ സ്വന്തം കാര്യത്തിന് വേണ്ടി പഠിച്ച് ജോലി കിട്ടിയാൽ മാത്രം മതി എന്ന് വിചാരിച്ച് നല്ല ഉയർന്ന മാർക്ക് മേടിക്കണം, വിദേശത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ കുറെ സ്വപ്നങ്ങൾ നേര് ഈ കൊച്ചിനെ ഒരു ടെസ്റ്റ് ട്യൂബിലിട്ട് അതിൻ്റെ 4 ചുവരുകൾക്കുള്ളിലിട്ട് ഈ ഇറച്ചിക്കുഴിനെ വളർത്തന്മാരെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അവസാനം ഇത് കൂടും പൊളിച്ച് പോയി കഴിഞ്ഞ് വിദേശത്തായി കഴിയുമ്പോൾ ഈ തന്തയും തള്ളിയിരുന്ന വരിക ഞാനും ആരുമില്ല. ആരായാലും പ്രശ്നമുണ്ടെങ്കിൽ ഈ തന്തയും തള്ളിയില്ല. അപ്പൊ യോഹന്നാന്റെ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ട്, അത് കർത്താവിനറിയാം. ആ കുഴപ്പമില്ലാണ് യോഹന്നാനെ കൊഞ്ചിച്ച് ലാളിച്ച് ആരോടും കൂട്ടുകൂടാതെ ഈ സമൂഹത്തിന്റെ ഒരു കാര്യം അന്വേഷിക്കാതെ ഒരു 9 ആക്കി വളർത്തിയതാണ്. മനസ്സിലായോ? ഒരു 9 ആക്കി വളർത്തിയതാണ്. നമ്മുടെ അമ്മമാരെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കളെ 9 ആക്കി വളർത്താൻ. അങ്ങനെ വളർത്തുമ്പോൾ ആ അമ്മയ്ക്ക് ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ വളർത്താനുള്ള യോഗ്യതയില്ല. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? യോഹന്നാന്റെ അമ്മ വളർത്തുന്നത് പോലെ യോഹന്നാനെ വളർത്തിയാൽ പോരാ. അത് കർത്താവിനെ വളർത്തുന്നതുകൊണ്ടറിയാം. അതുകൊണ്ടാണ് യോഹന്നാനോട് പറഞ്ഞത് ഇതാണ് എൻ്റെ
മറ്റതല്ല. മറ്റത് ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് പോലെ ഇറച്ചിക്കോഴി പോലെ വളർത്തുന്ന സാധനം. അങ്ങനെ നീ വളർന്നാൽ പോരാ. നീ സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി വേല ചെയ്യാനിറങ്ങണം. സമൂഹത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, നാടിന് വേണ്ടി മക്കളെ വളർത്തുന്ന നല്ല അമ്മമാരല്ലാത്ത അമ്മയാണ് യോഹന്നാന്റെ അമ്മ എന്നതുകൊണ്ടാണ് യോഹന്നാനെ ആ അമ്മയിൽ നിന്നെടുത്ത് ഈ അമ്മയ്ക്ക് കൊടുത്തു. അതിന്റെ മാറ്റം യോഹന്നാനുണ്ടായി. കർത്താവിന്റെ നെഞ്ചി കയറി പറ്റിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മാച്ചൊക്കെ നടന്ന 9കാരനായ യോഹന്നാൻ പിന്നെ ധീരതയോടെ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കണം നമ്മളത്. അമ്മ മാറിയപ്പോ സ്വഭാവം മാറിയോ യോഹന്നാന്റെ? അമ്മ മാറിയപ്പോ സ്വഭാവം മാറിയോ യോഹന്നാന്റെ? അമ്മമാര് മാറണം, ഇല്ലെങ്കിൽ അമ്മയെ മാറ്റും. അമ്മമാരൊന്നും ധ്യാനിക്കേണ്ട വിഷയമാണ്. അമ്മമാരൊന്നും നെഞ്ച് കുത്തി പിഴിഞ്ഞ് ധ്യാനിക്കേണ്ടതാണ്. അമ്മമാര് മാറിയില്ലെങ്കിൽ അമ്മമാരെ മാറ്റുന്ന തമ്പുരാനാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതാണ് യോഹന്നാൻ. ഇതാണ് നിന്റെ അമ്മ. നാലാമതായിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ ലാഭമാണ് എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 3 വാക്യങ്ങൾ അന്ധകാരത്തിന് മുമ്പായി. മഴയുടെ സാധ്യതയുണ്ടോ? പ്രസംഗം കേട്ടോ? ശരിയാ. ഓക്കെ, നമുക്ക് ഒരുമിച്ചില്ല. അപ്പോൾ ഈ നമ്മൾ ഇറങ്ങി ഇടയ്ക്ക് വെച്ച് ഓക്കെ. ഈ 4ാമത്തെ വാക്യം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നത് അന്ധകാരത്തിന് മുമ്പല്ല, അന്ധകാരത്തിന് ശേഷമല്ല, അന്ധകാരത്തിന്റെ പാരമ്പര്യത്തിലാണ്. എന്താണ് വാക്യം? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. അന്ധകാരത്തിന്റെ നടുവിൽ കിടന്നുകൊണ്ടുള്ള കർത്താവിന്റെ കരച്ചിലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ കാര്യം ഇത് സങ്കീർത്തനത്തിന്റെ ആവർത്തനമാണ് എന്ന് പക്ഷേ നമ്മൾ പറഞ്ഞേക്കാം. ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. 6-ാം മണിക്കൂർ തുടങ്ങി 9-ാം മണിക്കൂർ വരെ 3 മണിക്കൂർ സമയം ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ച അന്ധകാരത്തിന്റെ സമയത്താണ് പറയുന്നത്. ഈ അന്ധകാരത്തിന്റെ വ്യാപനം കർത്താവിന്റെ ഉള്ളിലേക്ക് ഒരുപാട് ഭീകരതകളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ പറയുന്ന വാക്യം ഇതാണ്: ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാ പറയാം. സങ്കീർത്തനമാണ് ചൊല്ലിയത്. യേശു കരഞ്ഞിട്ടുണ്ട്. യേശു കരഞ്ഞിട്ടുണ്ട് പരസ്യം ജീവിതത്തിൽ. ഉണ്ടോ? ഇല്ല. യേശു കരഞ്ഞിട്ടില്ലേ? യേശു കണ്ണീർ കുടിച്ചിട്ടുണ്ടോ പരസ്യ ജീവിതത്തില്? ഉണ്ട്. യേശു വിലപിച്ചിട്ടുണ്ടോ? ഉച്ചത്തിൽ വിലപിച്ചിട്ടുണ്ടോ? ഇല്ല. പരസ്യ ജീവിതകാലത്ത് കണ്ണീർ പൊഴിച്ച യേശു, പരസ്യ ജീവിതകാലത്ത് കരഞ്ഞ യേശു ഒരിക്കൽ പോലും വിലപിച്ചിട്ടില്ല, ഉച്ചത്തിൽ വിലപിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കർത്താവിന്റെ അന്ത്യസമയത്ത് ഉച്ചത്തിൽ വിലപിക്കുക. എന്താ വിലാപത്തിന്റെ കാരണം? അത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് സങ്കീർത്തനമാണ്. നമ്മൾ സങ്കീർത്തനം എന്ത് ചെയ്യണം? ചൊല്ലിയാൽ സങ്കീർത്തനം എന്ത് ചെയ്യണം? ചൊല്ലണം. ആ സങ്കീർത്തനം ആലപിക്കുന്നു, ചൊല്ലുന്നു എന്നൊക്കെ പറയും. അവിടെ ചൊല്ലിപ്പോകും, ഒരു ഗുണമുണ്ടാകുന്നു. കർത്താവ് സങ്കീർത്തനം ചൊല്ലിയവനല്ല. കർത്താവ് എന്ത് ചെയ്തവനാ? സങ്കീർത്തനം എന്ത് ചെയ്തവനാ? ഉച്ചത്തിൽ നിലവിളിച്ച് ആണ് സങ്കീർത്തനം ചൊല്ലിയത്. അപ്പൊ സങ്കീർത്തനം എങ്ങനെ ചൊല്ലേണ്ടത്? എങ്ങനെ ചൊല്ലേണ്ടത്? ഉച്ചത്തിൽ നിലവിളിച്ച് ചെല്ലാൻ പറ്റണം. എങ്കിലാണ് മനസ്സിലുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്
അന്ധകാരത്തിന്റെ മധ്യത്തിൽ നിന്നിട്ടാണ് ഈശോ ഈ വിലാപം നടത്തുന്നത്. തന്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ നിന്നിട്ടാണ് തന്റെ വിലാപം നടത്തുന്നത്. എത്ര വയസ്സുള്ളപ്പോഴാ? 33 വയസ്സുള്ളപ്പോഴാ. മദ്യം പോലും എത്തിയിട്ടില്ല. തന്റെ ദൗത്യത്തിന്റെ മധ്യത്തിലാണ്. തന്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർത്തു എന്ന് ഉത്തമ ബോധ്യമുള്ളപ്പോൾ ഈ എന്നാ പറയണ പേടിത്തുറന്മാരായ 11 പേരെങ്കിലും 12 പേര് പോകാമെന്ന് മനസ്സിലായി. ബാക്കി 11 പേരില് എത്ര പേര് പിടിച്ചു നിൽക്കും എന്നുള്ള ആകുലത ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ ആകുലതകളുടെ ഇരുട്ടില് അന്ധകാരത്തിലുള്ള കർത്താവിന്റെ വിലാപമാണ്. ഈ വിലാപം നമ്മൾ തിരിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ദൈവം ക്രിസ്തു ഒരേ സമയം ദൈവമാണെന്നും അതേ സമയം മനുഷ്യനാണെന്നുമുള്ള തിരിച്ചറിവ് തരുന്ന ഏകവചനമാണിത്. ഒപ്പം തന്നെ കർത്താവിന്റെ യാത്രയിൽ ഈ കുരിശിന്റെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് അക്ഷോഭ്യനായിട്ടോ ദുഃഖിതനായിട്ടോ വേദനിക്കുന്നവനായിട്ടോ കർത്താവിനെ കണ്ടിട്ടില്ല. ഒരിടത്ത് മാത്രമാണ്. അത് ഒരേ ഒരിടമാണ്. ഈ 7 വാക്യങ്ങളിൽ നടക്കുവരുന്ന വാക്യം. അത് ഈ അന്ധകാരത്തിൻ്റെ ബാധ്യത. നമുക്കറിയാം, ഒരു കൊച്ചിന് കളിപ്പാട്ടം നഷ്ടപ്പെട്ടാൽ ഉള്ള വേദനയില്ല. നമുക്കത് വലിയ വേദനയായിട്ട് തോന്നില്ല. പക്ഷെ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ള മൊത്തം പൂജാരിക്ക് വിഗ്രഹം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വന്നതുകൊണ്ട് ദൈവപുത്രന് ദൈവം നഷ്ടപ്പെട്ടു പോയാലോ? മനസ്സിലായോ? യേശുവര ദൈവപുത്രന. ആ ദൈവപുത്രന് ദൈവം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വന്നതുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് ദൈവപുത്രന് ദൈവം നഷ്ടപ്പെട്ടു എന്ന തോന്നലുണ്ടാകുന്ന അത്രയും വേദനയുടെ ആഴത്തിൽ നിന്നിട്ടാണ് ഉച്ചത്തിൽ വിലപിച്ചത്, എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന്. അത് ഉപേക്ഷിച്ചു എന്ന ബോധ്യം കൊണ്ടല്ല, ഇത്രയും ആഴമുണ്ടല്ലോ ഈ അകലത്തിന് എന്നോർത്തിട്ട. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രകാശം കിട്ടിയ മനുഷ്യരൊക്കെ അരഞ്ഞവരാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ തന്തയില്ലാത്തവർ. എന്നിട്ട് അവര് തങ്ങളുടെ അസ്തിത്വത്തെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിന് കിട്ടിയ ദൈവാനുഭവത്തിലാണ് ഈ പറയുന്ന പ്രകാശം കിട്ടിയ മനുഷ്യരൊക്കെ അറിയപ്പെടുക. മുഹമ്മദ് നബിയെ എടുത്ത് നോക്കൂ. മുഹമ്മദ് നബി യതീമായിരുന്നില്ലേ? യതീം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അനാഥൻ എന്ന അർത്ഥം. ആ മുഹമ്മദ് നബിയുടെ യതീമായ മുഹമ്മദ് നബിയുടെ ദൈവാന്വേഷണത്തിന്റെ അനന്തരഫലമാണ് ഒരു വെളിപാടിലേക്ക് അദ്ദേഹം പോയത്. ശ്രീകൃഷ്ണന്റെ കഥ എടുത്ത് നോക്കൂ. ശ്രീകൃഷ്ണൻ അച്ഛനും അമ്മയുണ്ടോ? ഉണ്ട്. ജയിലില്ല. അനാഥത്വത്തിന്റെ വേദനയിൽ പേറിയ ശ്രീകൃഷ്ണൻ ജയിക്കുക. ആ അനാഥത്വത്തില് മാതാപിതാക്കന്മാരുടെ അസ്തിത്വം തേടിയുള്ള യാത്രയാണ് അവനെ ഇതാക്കുക. ബുദ്ധനെ അന്വേഷിക്കൂ. ബുദ്ധന് ചെറുപ്പത്തിലെ മാതാപിതാക്കന്മാര് നഷ്ടപ്പെട്ടതല്ലേ? യേശുവിനെ അന്വേഷിക്കൂ. യവസേപിതാവ് അപ്പനാണെന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ? അപ്പോ ഈ ഭൂമിയില് മാതാപിതാക്കന്മാരുടെ അഭാവത്തില് അവര് നടത്തുന്ന ദൈവാന്വേഷണത്തിന്റെ വെളിപാടുകളാണ് അവരെ പ്രകാശമുള്ളവരാക്കി മാറ്റുക. അപ്പൊ ഉത്തരവുള്ള പ്രശ്നമുണ്ട്. നമുക്ക് എന്ത് വെളിച്ചമുണ്ടാവുന്നതിന് നമുക്ക് നന്ദി നടന്നു എന്നുള്ളത്. അതുണ്ടായതാണ് നമ്മളിങ്ങനെ ചുരുങ്ങിപ്പോകാൻ. അപ്പോ ഈ ഒരു പ്രകാശം കിട്ടിയതാണ് ക്രിസ്തുവിന്. അത് ഏത് വയസ്സിലാ? 12 വയസ്സിലാ. 12 വയസ്സിലാണ് ദേവാലയത്തിൽ ഇരുന്നിട്ട് ക്രിസ്തു കണ്ടെത്തിയത് ദൈവമാണ് എൻ്റെ പിതാവ്, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ വ്യാപരിക്കേണ്ടവനല്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. 12 വയസ്സില് ഈ വെളിപാട് കിട്ടിയവനാവന്. ആ 12
തരണമേ എന്ന് പറഞ്ഞ അപേക്ഷ. അവൻ്റെ പ്രകാശം 12 വയസ്സ് കിട്ടിയ പ്രകാശം ഇവിടെ ഇരുന്നുപോയി. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുക. ഞാൻ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള വാക്യമാണ് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന വാക്കിന് മുമ്പ് എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞ യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു. എന്താണ്? എല്ലാം നിറവേറിക്കഴിഞ്ഞിട്ടാണ് പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ചിന്തയിലാണ് എൻ്റെ കടമകൾ നിർവഹിച്ചതിന് ശേഷം വേണം എൻ്റെ കാര്യം അന്വേഷിക്കാൻ. അല്ലേ? മനസ്സിലായോ? എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് അല്ല ക്രിസ്തു മരിച്ചത്. ക്രിസ്തുവിന്റെ കാര്യം അന്വേഷിച്ചതല്ല, ബാക്കിയെല്ലാം പൂർത്തിയായി. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കാര്യം ഓക്കെയാക്കി, തൻ്റെ അമ്മയുടെ കാര്യം ഓക്കെയാക്കി, ദൈവം പറഞ്ഞ പണികളെല്ലാം ചെയ്തു, എല്ലാം പൂർത്തിയായിട്ട് പറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു. ഒന്നാമത്തെ അർത്ഥം ഇതാണ്, നീ നിന്റെ കടമകളെ നിർവഹിച്ചതിന് ശേഷം വേണം നിന്റെ ആവശ്യങ്ങളെ നിർവഹിക്കാൻ. അതായത് അവരൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് വേണം നിന്റെ ആവശ്യങ്ങൾ അന്വേഷിക്കാൻ. ഒരു പുതിയ സാരി അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രസ്സ് എനിക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എൻ്റെ കടമകളൊക്കെ നിർവഹിച്ചു. ഒരു പുതിയ എന്തെങ്കിലും സാധനം മൊബൈൽ എനിക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ഞാൻ മറ്റുള്ളവരോട് ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്തു. മറ്റുള്ളവരോട് ചെയ്യേണ്ടതൊക്കെ ചെയ്തതിന് ശേഷം വേണം എൻ്റെ കാര്യം നോക്കാൻ. എല്ലാം പൂർത്തിയായിട്ട് വേണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയാം. ഈ ദാഹം ഏതെല്ലാം തരത്തിലുണ്ട് എന്ന് കൂടി ശ്രദ്ധിക്കണം. ദാഹം അത് ധാർമ്മികമായ ദാഹമുണ്ട്. എന്താണ് ദാഹം? ആ ദാഹം നീതിക്ക് വേണ്ടിയുള്ള ദാഹം. കർത്താവ് പറയുന്നുണ്ടല്ലോ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് നീതി ലഭിക്കുന്നുണ്ട്. ശാരീരിക ദാഹമുണ്ട്. എന്താണ് ദാഹം? സമരക്കാരി സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു അല്ലെ? സമരക്കാരി സ്ത്രീയുടെ ദാഹം. വൈകാരിക ദാഹമുണ്ട്. എന്താ ദാഹം? എൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കാൻ പറ്റും. യേശു ആ വൈകാരിക ദാഹം ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ കുടിക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് വൈകാരിക ദാഹം. ആത്മീയ ദാഹം. കർത്താവ് ആത്മീയ ദാഹം വേറെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? തിരുനാളിന് വന്നവരോട് ഈ തിരുനാളിൻ്റെ അടിപൊളി ആഘോഷങ്ങളിലൊക്കെ അഭിരമിച്ച് നടന്നപ്പോൾ അവർക്ക് ആത്മീയമായ തൃപ്തി കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ തിരുനാളിന് വന്ന ആൾക്കാരുടെ കൊട്ടും ഘോഷത്തിനും ആരോഗ്യങ്ങൾക്കും ഇടയിൽ നിന്നിട്ട് കർത്താവ് പറയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എനിക്ക് അടുത്ത് കൊണ്ടുപോകുന്നത്. എവിടെ വെച്ചാൽ പറയണേ? തിരുനാൾ. ഈ തിരുനാൾ ആഘോഷങ്ങളൊന്നും ഒരു ആത്മീയതയും നടന്നില്ല. ഈ തിരുനാൾ ആഘോഷത്തിന്റെ നടുവിൽ നിന്നുള്ള കർത്താവ് പറയുന്നത് ആർക്കും നിന്നാൽ തിരുനാൾ. അപ്പൊ ആത്മീയദാഹമുണ്ട്. ആത്മീയദാഹത്തിന് വളരെ പിന്നെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട്. കർത്താവ് പറയുന്നത് വിളവധികം വേലക്കാരെ ചുരുക്കം. എന്താണ്? ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. അപ്പൊ കർത്താവിന്റെ ദാഹത്തെ അത് ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, അതുപോലെ തന്നെ വൈകാരികമായി ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ കർത്താവ് ദാഹിക്കുന്നുണ്ട്. ഇവിടുത്തെ ദാഹം എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അത് ഈ പറയുന്ന എല്ലാ ദാഹങ്ങളും അതിൽ കുട്ടി വെച്ച് വായിക്കാവുന്നതാണ്. കാരണമായിട്ട് കർത്താവ് പറയുന്ന എല്ലാം പൂർത്തിയായെന്നുള്ള. എന്തൊക്കെയാണ് പൂർത്തിയായത്? പ്രവചനങ്ങൾ പൂർത്തിയായി, നിയമം പൂർത്തിയായി, മനുഷ്യന്റെ രക്ഷ പൂർത്തിയായി, പാപത്തിന്റെ പരിഹാരം പൂർത്തിയായി, മരണത്തിന്മേലുള്ള വിജയം പൂർത്തിയായി. അങ്ങനെ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വരുക. ഏഴാമതായിട്ട് അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയും. അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ ഏഴാമതായിട്ട് നമ്മൾ കാണുന്നത് അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അത് വളരെ ചിന്തനീയമായ ഒരു കാര്യം. അങ്ങയുടെ തൃക്കരങ്ങളിൽ ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ
അതിൻ്റെ ഉറക്കത്തിന് അതിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു പ്രത്യേക ശോഭയാണ്. അതേസമയം ആ കൊച്ച് തൊട്ടിലോ തട്ടിലോ കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ശോഭ അത്രയ്ക്ക് കാണും. 2 മണിക്കൂറോളം മഴ പിടിക്കുന്നു. അതിൽ ഈ പ്രദർശനം വന്നപ്പോൾ തർക്കം തർക്കമൊക്കെയായിട്ടാണ് തീരുമാനിച്ചത്. മുമ്പോട്ടൊന്നും തല്ലാഞ്ഞ കളിച്ചിട്ടാണ്. ഓക്കെ, ഏഴാമത്തെ ഞാൻ പറഞ്ഞു വന്നതാണ്, ഈ കൊച്ച് മടിയിൽ കിടന്നുകൊണ്ട് ഉറങ്ങുമ്പോൾ വലിയ സ്വാസ്ഥ്യത്തിൽ ഉറങ്ങാൻ പറ്റും. യേശുവിൻ്റെ അവസാന വാക്കായത്, യേശുവിൻ്റെ ജീവൻ പിടിയുന്ന വാക്കാണ്. നമ്മൾ ഒട്ടേറെ പേരുടെ മരണം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർ. ആ മരണങ്ങളിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആരെങ്കിലും പോയിട്ടുണ്ട്? ശാന്തമായി മരിച്ചിട്ടുണ്ടോ? എത്ര പേര് മരിച്ചിട്ടുണ്ടോ? വളരെ ശാന്തമായിട്ട് ഒരു കുഞ്ഞുറങ്ങുന്ന ശാന്തതയോടെ മരണത്തെ വിളിക്കുന്നത് വളരെ 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 ചെയ്തു. മിക്കപ്പോഴും അവര് ക്ഷുഭിതരാകും. പലപ്പോഴും കണ്ടു നിൽക്കുന്നവര് ശാന്തരാകും. അതേസമയം ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഒരു വൈരുദ്ധ്യാത്മകത, ക്രിസ്തു വളരെ ശാന്തനായിട്ട് എല്ലാം കർത്താവിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ധവിശ്വാസമുള്ളത്. പക്ഷേ പ്രകൃതി പ്രക്ഷുബ്ധമാണ്. എന്താ പറ്റിയത്? ഭൂകമ്പമുണ്ടായി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. പ്രകൃതി പ്രക്ഷുബ്ധമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രകൃതിയെ പ്രക്ഷുബ്ധമാക്കിയിട്ട് മരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ശാന്തമായി മരിച്ചിട്ടും പ്രകൃതി പ്രക്ഷുബ്ധമാകുന്ന വിധത്തിലേക്കുള്ള ഒരു മാറ്റം അത് വരുത്താൻ പറ്റും. ശാന്തത കൈവച്ചിട്ട് ഒരു കുഞ്ഞു പറഞ്ഞ ശാന്തതയോടെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിടണം എന്ന് പറയാൻ പറ്റും. കർണാട്ടിക് സംഗീതത്തിൻ്റെ നമ്മുടെ KJ യേശുദാസിൻ്റെ ഗുരുവൊക്കെ ആയിട്ടുള്ള അദ്ദേഹം ദേവാലയത്തിൽ ഈ അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, എനിക്ക് ഈ നല്ല മരണം ഉണ്ടാകുമെന്നുള്ള സംസ്കൃതമാണ്. സ്വച്ഛന്തമൂർത്തി, സ്വച്ഛന്തമൂർത്തിയല്ല, ശാന്തമൂർത്തി. അദ്ദേഹം അത് പ്രാർത്ഥിച്ചുകൊണ്ടാണോ എൻ്റെ മനസ്സൊന്നായതുകൊണ്ടാണ് എനിക്ക് കൊടുത്ത് കണ്ടുപിടിച്ചു. എനിക്കതുണ്ടാവുക. നിങ്ങൾ പക്ഷേ നമ്മുടെ മഹാരാജ് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് എന്നുള്ള സ്വാമിയെ കുറിച്ച് കേട്ടത്. ആയുർവേദത്തിൽ അഗ്രഗണ്യനായ ഒരു മണ്ണിദ്ദേഹമായിരുന്നു അദ്ദേഹം. എൻ്റെ പ്രശ്നങ്ങൾക്ക് ഗുരുവായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കിടന്ന് മരിക്കില്ല, ഓർമ്മക്കുറവിൽ ഞാൻ മരിക്കില്ല, ഞാൻ പൂർണ്ണ ഓർമ്മയോടെ തൊഴിലാളികളിലേക്ക് മരിക്കുകയാണ്. അതാണ് സംഭവിച്ചു. നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മരണം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റും. ഒരു കുഞ്ഞിൻ്റെ ശാന്തതയോടെ മരിക്കാൻ നമുക്ക് പറ്റും. ആർക്കും പറ്റില്ല. മര്യാദയ്ക്ക് ജീവിക്കണം. ആർക്കും പറ്റും മര്യാദയ്ക്ക് ജീവിക്കണം. ഈ മര്യാദ ഉണ്ടാകട്ടെ. കർത്താവിനെ പോലെ ശാന്തമായി മരിക്കാൻ, ഈ 7 സ്വരങ്ങളുടെ അന്തസത്തകൾ കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ ആമേൻ.